ബംഗളൂരുവിൽ നിന്ന് നടുക്കുന്ന വാർത്ത. നടുറോഡിൽ വിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തി. പ്രണയ നൈരാശ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനമുള്ളത്. ബിഫാം വിദ്യാർത്ഥിനി യാമിനി പ്രിയയെ കഴുത്തിൽ കത്തി കുത്തി ഇറക്കി അക്രമി. ബംഗളൂരു മന്ത്രിമാളിന് പിന്നിൽ നടന്ന കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന വിഘ്നേഷ് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വിവരം. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, എന്താണ് സംഭവിച്ചത്? ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നോ? ഈ വിഘ്നേഷ് തന്നെയാണോ ആക്രമിച്ചത്? പ്രതിയെപ്പറ്റി സൂചനകളുണ്ടോ? പ്രണയപ്പകയിലെ ഒടുവിലെ ഇരയാണ് ഈ യാമിനി പ്രിയ എന്ന 20 വയസ്സുള്ള ഒരു പെൺകുട്ടി. ബിഫാം വിദ്യാർത്ഥിയാണ്. ഏതായാലും കോളേജ് വിട്ട് വരുന്ന വഴിയിലാണ് ഇങ്ങനെയൊരു ദാരുണ സംഭവം നടക്കുന്നത്. ഈ യാമിനി പ്രിയയും വിഘ്നേഷ് എന്ന പ്രതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അടുത്തിടെ ഈ ബന്ധത്തിൽ നിന്ന് ഇവർ പിന്മാറാൻ തീരുമാനിച്ചു. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത്. മല്ലേശ്വരത്തിന് സമീപമുള്ള മന്ത്രി മാളിന് പുറകിൽ വെച്ചാണ് ഇങ്ങനെ ഒരു നിഷ്ഠൂര കൊലപാതകം നടന്നത്. അതുവഴി പോയ ആളുകളാണ് ഈ ശരീരത്തിലൊക്കെ ഇങ്ങനെ മുറിവേറ്റ നിലയിൽ മൃതദേഹം കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ഏതായാലും ക്രൂരമർദ്ദനത്തിന് പെൺകുട്ടി വിധേയയായി എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കും. ഏതായാലും ഈ വിഘ്നേഷിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് നിലവിലുള്ളത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതി ഇയാൾ തന്നെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇരുവരും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നൊക്കെ ചോദിച്ചറിയുകയാണ്. ഈ മന്ത്രിമാളിന് വെളിപ്പാട് അകലെയുള്ള ശ്രീരാംപുരയിൽ നിന്നുള്ള അവിടെ താമസക്കാരിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ യാമിനി പ്രിയ എന്നുള്ളത്. ഏതായാലും പട്ടാപ്പകൽ നഗരമധ്യത്തിൽ ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ പോലീസ് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് നഗരമധ്യത്തിൽ പട്ടാപ്പകൽ നടന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഏതായാലും പ്രതിയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു എന്നാണ് DCP ഈസ്റ്റ് അറിയിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം തെളിവായുള്ള കേസാണ്. വിഘ്നേഷിനെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.